മംഗളവാർത്താക്കാലം 4-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശുവിന്റെ ജനന വാർത്ത. മാനവചരിത്രത്തിലെ ഏറ്റവും മംഗളകരമായ ഒരു വാർത്തയാണ് യേശുവിന്റെ ജനനം. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയാണത്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന യെശയ്യാ പ്രവചനം പൂർത്തിയായ നിമിഷമാണ് അരങ്ങേറിയത്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവൻ മനുഷ്യരോടൊപ്പം വസിക്കും, അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ദൈവമായിരുന്നിട്ടും ദൈവവുമായ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി മനുഷ്യരൂപം സ്വീകരിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവത്തിന്റെ മനസ്സിൽ രൂപം കൊണ്ട ഈ രക്ഷാകര പദ്ധതി മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു രഹസ്യമാണ്. ഈ പദ്ധതിയിൽ മറിയത്തിനും യേശുവിനും സംരക്ഷണം നൽകാൻ ദൈവം തെരഞ്ഞെടുത്തത് ജോസഫിനെയാണ്. ഒരുമിച്ച് ജീവിക്കാൻ ഏറെ ആഗ്രഹിച്ച് അത് സ്വപ്നം കണ്ട് നടന്നിരുന്ന അവന് തന്റെ പ്രതിശ്രുത വധു താനറിയാതെ ഗർഭവതിയാണെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ പ്രതിസന്ധി ഏതൊരു മനുഷ്യനും ഉണ്ടാവുക സ്വാഭാവികം. നിയമം പാലിച്ചു ജീവിക്കുന്ന ഒരു ശരാശരി യഹൂദൻ വ്യഭിചാര കുറ്റത്തിന് അവളെ പരസ്യ വിചാരണ നടത്തി കല്ലെറിഞ്ഞു കൊല്ലാൻ വിട്ടുകൊടുക്കേണ്ടതായിരുന്നു. വാർദ്ധക്യത്തിൽ എലിസബത്ത് ഗർഭവതിയായപ്പോൾ ലോകത്തിനു മുമ്പിൽ തനിക്കുണ്ടായിരുന്ന അപമാനം ദൈവം എടുത്തുകളഞ്ഞു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മറിയം ഗർഭവതിയായപ്പോൾ അത് വലിയ അപമാനമായി എന്നത് വിരോധാഭാസം തന്നെയാണ്. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു കടുത്ത നിരാശയ്ക്കിടയിലും താൻ ഒരിക്കൽ സ്നേഹിച്ച വ്യക്തിക്ക് അഹിതമായതൊന്നും സംഭവിക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. ഹൃദയത്തിൽ സ്നേഹം കാത്തുസൂക്ഷിക്കുന്നവർ അങ്ങനെയാണ്. ഉദാഹരണം, തങ്ങളുടെ കുട്ടികൾ സാമൂഹ്യ വിരുദ്ധരായി മാറിയാൽ പോലും സ്വന്തം മാതാപിതാക്കൾ ഒരിക്കലും അവരെ തള്ളിപ്പറയുകയില്ലല്ലോ. കാരണം മക്കൾ സ്വന്തം ചോരയാണ്. സ്വന്തം എന്ന വികാരം ഇല്ലാത്തിടത്താണ് ദുഷ്പ്രചാരണങ്ങളും ദ്രോഹചിന്തകളും ദുർവ്യാഖ്യാനങ്ങളും ഉടലെടുക്കുക. ഇവിടെയാണ് ജോസഫ് നമ്മിൽ നിന്നും വ്യതിരിക്തനാകുന്നത്. മനുഷ്യബന്ധങ്ങളിൽ നാം പാലിച്ചിരിക്കേണ്ട വലിയ ഒരു മാതൃകയാണ് വിശുദ്ധ ജോസഫ്. വ്യക്തിബന്ധത്തിലും സമൂഹ ബന്ധത്തിലും നിസ്സാരമായ ചില കാരണങ്ങളാൽ എത്ര ഹീനമായ രീതിയിലാണ് മറ്റുള്ളവരെ സമൂഹ മധ്യത്തിൽ നാം താറടിച്ചു കാണിക്കുന്നത്. എന്നാൽ കുറ്റം ചെയ്തവളാണെന്നറിഞ്ഞിട്ടും മറിയത്തോട് ക്ഷമാപൂർവം പെരുമാറിയതിനാലാണല്ലോ അവനെ മഹത്വമുള്ളവനും നീതിമാനുമായും സുവിശേഷം ഉയർത്തിക്കാട്ടുന്നത്. എല്ലാവരും ദൈവപിതാവിന്റെ മക്കളാണെന്നും അതിനാൽ നാം സഹോദരീ സഹോദരങ്ങളുമാണെന്നുമുള്ള ആത്മബന്ധം ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ നമുക്ക് ക്ഷമിക്കാനാവുക. അവന്റെ നീതിബോധത്തോടുള്ള ആദരവിന്റെ ഭാഗമായിട്ടാണ് മാലാഖയുടെ അരുളപ്പാടുണ്ടായത്. മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. മംഗളവാർത്തയിലെ ഈ 4-ാം ശനിയാഴ്ചയിലെ അറിയിപ്പ് തിരുനാളായി ചില സഭാവിഭാഗങ്ങൾ കൊണ്ടാടുന്നുണ്ട്. കന്യക ഇന്നും വിവാദ വിഷയമാണ്. മറിയത്തിന് വേറെയും മക്കൾ ഉണ്ടായിരുന്നുവെന്നും ചില സുവിശേഷ ഭാഗങ്ങളെ ആസ്പദമാക്കി അവളുടെ കന്യാത്വത്തെ ചോദ്യം ചെയ്യുന്നതിനുള്ള തെളിവുകളായി ചിലർ വാദിക്കുന്നു. എന്നാൽ ആ സഹോദരങ്ങൾ അവന്റെ ചാർച്ചക്കാർ മാത്രമാണെന്ന് സുവിശേഷത്തിലെ താരതമ്യ പഠനം നമുക്ക് പറഞ്ഞു തരുന്നു. പുത്രനെ പ്രസവിക്കുന്നവരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന വചനവും മറിയം കന്യകയായിരുന്നില്ലെന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വചനമാണ്. എന്നാൽ ഉണ്ണി പിറന്നതും അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി, ഭൂമിയിലെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നു തുടങ്ങിയ മാലാഖ വൃന്ദത്തിന്റെ സ്വർഗീയ ഗീതം മുഴങ്ങിക്കേട്ടപ്പോഴാണ് പിറന്നു വീണ കുഞ്ഞും അവന്റെ അമ്മയായ മറിയവും ആരാണെന്ന യാഥാർത്ഥ്യം ജോസഫ് അറിഞ്ഞത്. ഇന്നത്തെ ഈ വചനഭാഗം യേശുവിന്റെ ജനനം എന്നതിനേക്കാൾ യൗസേപ്പിതാവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനുള്ള ഒരു ദിനം കൂടിയാണ്. യൗസേപ്പിതാവിന് വേണ്ടി നീക്കിവെക്കപ്പെട്ട 2020 എന്ന വർഷത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ അപ്പസ്തോലിക തിരുവെഴുത്തിൽ 7 വിഷയങ്ങളാണ് സവിസ്തരം വിരചിതമായിട്ടുള്ളത്. 1. നിശബ്ദനായ വിശുദ്ധൻ. 2. സ്വപ്നങ്ങളിൽ ദൈവിക പദ്ധതി കണ്ടെത്തിയ വിശുദ്ധൻ. 3. പൂർണ്ണമായും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിച്ച വിശുദ്ധൻ. 4. ജീവിതത്തിലെ പ്രതിസന്ധി കൃപയുടെ ഉറവിടമാക്കി മാറ്റിയ വിശുദ്ധൻ. 5. എപ്പോഴും യാത്രകളിൽ പോലും കുടുംബത്തെ അനുഗമിച്ച വിശുദ്ധൻ. 6. അധ്വാനശീലത്തിന്റെ ആദ്യരൂപമായ വിശുദ്ധൻ. 7. ബ്രഹ്മചര്യത്തിന്റെ മാതൃകയായ വിശുദ്ധൻ. എമ്മാനുവൽ എന്ന് പേരിടണം എന്ന ദൈവദൂതന്റെ കൽപ്പന ആദ്യം അനുഭവിച്ചറിഞ്ഞത് യൗസേപ്പിതാവും അമ്മയായ മറിയവുമാണ്. യേശു അവരോടൊപ്പം ആയിരുന്നല്ലോ. മനുഷ്യഹൃദയങ്ങളിൽ വന്നു പിറക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം
ആദ്യം വന്നു പിറന്നത് തിരുക്കുടുംബത്തിലാണ്. 10 മാസം അവനെന്ന ഉദരത്തിൽ വഹിച്ച മറിയം സഞ്ചരിക്കുന്ന ഒരു സക്രാരിയും യോസേപ്പ് പിതാവ് അതിന്റെ കാവൽക്കാരനുമാണ്.